സംവാദത്തിന് ക്ഷണിച്ചതിന്റെ ക്ഷീണം തീർന്നെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അധികാരം വിട്ടൊഴിയുന്നതിന് മുൻപ് കേരള സർക്കാർ നടത്താൻ ശ്രമിച്ച അവസാനത്തെ കൊള്ള കേരള ഹൈക്കോടതി കയ്യോടെ പിടിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആകെ ഉള്ളത് 1612 സഹകരണ സ്ഥാപനങ്ങളാണ്. അവയ്ക്കെല്ലാം കൂടി ആകെ ഉള്ളത് 4415 ബ്രാഞ്ചുകളാണ്. ഈ എല്ലാ ബ്രാഞ്ചുകളെയും സോഫ്റ്റ്വെയർ വഴി ബന്ധിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടന്നത്. പുതിയ സോഫ്റ്റ്വെയർ സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ ഏറ്റവും ഉയർന്ന തുക കോട്ട് ചെയ്തത് ദിനേശ് ബി ഡി സഹകരണ സംഘമാണ്. 231 കോടിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വർക്ക് 785.5 കോടിക്ക് ചെയ്യുക. ഇതാണ് അതിന്റെ ക്രക്സ്. ലോക പ്രശസ്ത IT കമ്പനിയായിട്ടുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസസിനെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിലെ 4415 ബ്രാഞ്ചുകൾ ഉൾപ്പെടെ സഹകരണ ബാങ്കുകൾക്ക് സോഫ്റ്റ്വെയർ നിർമ്മിച്ചു നൽകാനുള്ള എന്ത് ടെക്നിക്കൽ നോളജ് ആണ് ദിനേശ് ബി ഡി സഹകരണ സംഘത്തിനുള്ളത്? ദിനേശ് ബി ഡി സംഘത്തിന് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ എന്ത് പരിചയമാണ്? ഊരാളുങ്കൽ സൊസൈറ്റി പോലെ ദിനേശ് ബി ഡി സഹകരണ സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാനും കേരളത്തിന്റെ പൊതുഖജനാവിനെ കൊള്ളയടിക്കാനും ലക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിന്റെ സഹകരണ വകുപ്പ് നടത്തിയ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തടയിട്ടിരിക്കുന്നത്.